കേട്ടുവാങ്ങാനായി സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു സ്നേഹാദരവ് ശ്രീമതി റൂബിൻ സഹോദരൻ ഗോവനിലേക്ക് വാങ്ങുകയാണ്. ശ്രീമതി റൂബിലേക്കുള്ള അവാർഡാണ്. റിയാലിറ്റി ഷോയുമായി ബന്ധപ്പെട്ട് സിനിമയ്ക്ക് അവാർഡ് കിട്ടിയതൊക്കെ സന്തോഷം. പ്രത്യേകിച്ച് മരണമാസം എന്നുള്ള സിനിമ. ഇന്നത്തെ ലുക്ക് പറയാതിരിക്കാൻ വയ്യാട്ടോ. ഇന്നത്തെ ലുക്ക് ആണോ? പക്ഷേ മനസ്സിലാക്കണം, ഇത് ഇപ്പൊ ഞാൻ ഉച്ചയ്ക്ക് ഇറങ്ങി വേറെ പരിപാടിക്ക് പോയി അവിടെ നിന്ന് കഴിഞ്ഞ് തിരിച്ചു വന്നതാണ്. എങ്കിലും ഒരു ഫ്രഷ് ലുക്ക് ഒക്കെ ഉണ്ട്. നല്ല ഭംഗി. ഞാനാ അതെ. താങ്ക് യു. പടങ്ങളാണ് ഈ വർഷം തന്നെ ഇറങ്ങാൻ ചാൻസ്. അത് പേര് റിവീൽ ചെയ്യുന്നില്ല, കാരണം ഓഫ് കോഴ്സ് അതിന് സിനിമാക്കാരും അതിനൊരു പേര് നിലവിൽ സ്ഥിരീകരിച്ചിട്ടില്ല. അപ്പം അതുകൊണ്ട് പേര് പറയുന്നില്ല. എനിക്കറിയില്ല. ഇല്ല, എൻ്റെ അറിവിൽ ഇതുവരെ ഇല്ല. പിന്നെ ഉറപ്പായിട്ടും ഞാൻ ഏത് സീസൺ വിളിച്ചാലും ഞാൻ പോകാൻ തയ്യാറാണ്. എനിക്ക് അത് ഇഷ്ടപ്പെട്ടൊരു സ്പേസ് കൂടിയാണ്. നമുക്ക് ഒരു ഡെയിലി ലൈഫ് പോലെയൊന്നും അല്ലല്ലോ. അപ്പോൾ അത് വിളിച്ചാലൊക്കെ പോകും. ഇനി ഭാവിയിൽ എപ്പോഴേലൊക്കെ വിളിക്കുവാണെങ്കിൽ ഓഫ് കോഴ്സ് പോകും. പിന്നെ ഒരു ചോദ്യം ഇപ്പോൾ സാമൂഹിക വിഷയവുമായി ബന്ധപ്പെട്ട മനസ്സിലായിക്കാണ് എന്തായിരിക്കും ചോദിക്കാൻ പോകുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം അറിയില്ല കേട്ടോ. ഞാൻ വേറെന്താ താങ്ക് യു, ബൈ. അത് കണ്ടായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. ഏത്? അത് ഡയറക്ടർ വിപിൻ ചേട്ടൻ തന്നെ അത് പുറത്തു പറയണം. എനിക്കിതുമായിട്ട് ബന്ധമില്ല കേട്ടോ. എന്നെ അത് വിടണം എന്നുള്ളതാണ്. കാരണം പുള്ളി ഈ പോസ്റ്റ് ഇടുന്ന വരെ എനിക്കിതായിരുന്നു അറിയില്ലായിരുന്നു. പോസ്റ്റ് ഇട്ടപ്പോഴാണ് ആളാണെന്ന് മനസ്സിലാവുന്നത്. പക്ഷെ ഞാൻ പടം കണ്ടതാണ്, എനിക്കതിലെ തമാശകൾ വർക്കായതാണ്. ഒരു എടുത്തു പറയേണ്ട ഒരു കാര്യം, ചില തമാശകൾ ഈ നമ്മളെ ഈ ക്രിഞ്ച് അടുപ്പിക്കാറുണ്ട്. പക്ഷെ അത്തരം ക്രിഞ്ചുകൾ ഈ സിനിമയ്ക്കകത്ത് ഉണ്ടായിരുന്നില്ല. എനിക്ക് ഈവൻ അതിൻ്റെ അകത്ത് വന്ന ചെറിയ ക്യാരക്ടേഴ്സ് പോലും എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. മെയിൻ കഥാപാത്രങ്ങൾ വിട്ടാൽ പോലും അല്ല ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്ന ആളുകൾ പോലും. എന്നിട്ട് എന്ത് പറ്റി പരിചയമുണ്ട്. അല്ല നമ്മള് പരിചയം എല്ലാ സിനിമകൾക്കും നല്ല റിവ്യൂ ഇടുന്ന ആളാണ്. അതെ. പിന്നെ എന്തുകൊണ്ട് ആ പടത്തിന് റിവ്യൂ ഇട്ടില്ല എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആര് ഭീഷണിപ്പെടുത്തി? അങ്ങനെ ചെയ്യാറില്ല. അതെ, കഴിഞ്ഞ ദിവസം ബിബിൻ ദാസ് പറഞ്ഞ ആൾ ഇതാണ്, ഞാനല്ല.